വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പാകിയ വിത്തൊക്കെ ഇപ്പം മുളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ മുഴുവൻ കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ചെടികളൊക്കെയാണ് ഇതൊക്കെ മഴ കഴിഞ്ഞപ്പോൾ ഇനിയും നല്ലപോലെ കിളിച്ചു വരുമെന്ന് പക്ഷേ ഒത്തിരി വെള്ളം വേണ്ടാത്ത ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെള്ളം വീഴാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമ്മുടെ വിത്ത് മുളച്ചതൊക്കെ കാണാമേ. ഇത് കണ്ട് ഞാൻ പയർ, അതേപോലെ തന്നെ വെണ്ട, കുക്കുംബർ, പിന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ പാവലിൻ്റെ തൈകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ പാവലിനൊക്കെ ആണെങ്കിൽ ചെറിയൊരു പന്തലിലോട്ട് അങ്ങ് കയറ്റി വിടും. ഇപ്പം നിറയെ കായ്ക്കും കേട്ടോ. ഇത് നമ്മുടെ ക്യുക്കുംബറാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിൻ്റെ സീഡ്സ് കണ്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇല കാണുമ്പോഴും നമുക്ക് മനസ്സിലായി ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെറിയൂടെ ഒന്ന് ഈ പ്ലാന്റ്സിന്, ഈ തൈകൾക്കൊക്കെ ഒരു ആരോഗ്യം വന്നതിന് ശേഷം നമ്മൾ മാറ്റി നടാറാണ് പതിവ്. കണ്ടോ, ഇത് വളരെ നല്ലതായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഇനിയും വലിയ മഴ വരുവാണെങ്കിൽ ഇതൊക്കെ അങ്ങ് ഇത് തൈകൾ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി മഴയൊന്നും വീഴാത്തൊരു സ്ഥലത്താണ് ഈ തൈകളൊക്കെ ഇരിക്കുന്നത്. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് മഴമറ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒത്തിരി വെള്ളം വീഴാത്തൊരു സ്ഥലത്തേക്ക് വെക്കണം. കാരണം ഇത് കുഞ്ഞു തൈകളായതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കണ്ടോ, മഴ പെയ്ത് വെള്ളം കണ്ടോ, ഇച്ചിരി വെള്ളം നമ്മൾ കൂടുമ്പോൾ ആ സീഡ്സ് നമ്മൾ പാകിയെടുത്തു നിന്ന് ഇങ്ങനെ മാറി വന്നതാണ്. ഇത് ഞാൻ ഇനിയും വീണ്ടും മണ്ണിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. ഇത് കണ്ടോ, ഇത് നമ്മുടെ വെണ്ടയാണ്. വെണ്ടയും നിറയെ കിളിച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട് കണ്ടോ എല്ലാ തൈകളും. പക്ഷേ കുറച്ച് തൈകളൊക്കെ പോയി, എല്ലാം നമുക്കങ്ങ് 100% കിളിച്ച് വരുമെന്ന് തോന്നില്ല. എന്നാലും ഇത്രയൊക്കെ കിട്ടിയല്ലോ. ഇനി ഇതും കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാം. നിങ്ങളുടെ കറക്റ്റ് പാവലിൻ്റെ തൈകളെ ആദ്യം നമ്മൾ കണ്ട എനിക്കൊന്ന് പടവല വന്നു തോന്നുന്നു കേട്ടോ. ഇത് പാവൽ. നല്ലപോലെ കിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ, ഇത് തക്കാളിയുടെ തൈയാണ്. കണ്ടോ, ഞാൻ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് പാകിയെന്നുള്ളതേ ഉള്ളൂ. എനിക്കതിന് ഒട്ടും സമയമില്ലായിരുന്നു. അത് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓരോ ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇതങ്ങ് ജസ്റ്റ് അങ്ങ് പാകിയെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഏറ്റവും നല്ല മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചെറിയ സീഡ് ട്രേകളുണ്ടല്ലോ, സീഡ് ട്രേയിൽ പാകുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം ഓരോ ഇൻഡിവിജ്വൽ സീഡ്സും നമുക്ക് അതിലിട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ മാൻഡി വില്ലയിൽ, ഇത് അലമാണ്ടയാണ്. അപ്പോൾ നമ്മുടെ അലമാണ്ട ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള വളർച്ചയാണ് ഇപ്പം കാണിക്കുന്നത്. കണ്ടോ, ചിലർക്ക് പേടി ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിളിക്കുമെന്നൊക്കെ. പക്ഷേങ്കിൽ നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി ബുഷിയായിട്ട് വരും. നമുക്ക് ചെടി ബുഷിയായിട്ട് നിർത്താൻ പറ്റും. കാരണം ഒരുപാട് അങ്ങ് നീണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ. ചെറിയ ചെറിയ തൈകളാക്കി ഇതേപോലെ ബുഷിയാക്കി നിൽക്കുകയാണെങ്കിൽ പൂക്കൾ വരുമ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ബൊക്കെ പോലെ വരും. അപ്പോൾ എന്താ നമ്മുടെ എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ട്യൂബ് റോസിൻ്റെ വിത്തിൻ്റെ പാകുന്ന വീഡിയോയും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തത്. ഇപ്പോൾ കണ്ടോ പാകിയത്. ഇപ്പം നല്ല രീതിയിൽ ഇത് കണ്ടോ, എല്ലാ വിത്തും കിളിച്ച് ഇതേപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പോൾ ഇതൊരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ തൈ നല്ലപോലെ വളർന്ന് പൂക്കാൻ തുടങ്ങും കേട്ടോ. ഓരോ തൈയിൽ നിന്നും പൂക്കൾ ഇങ്ങനെ വരും. നല്ല ഭംഗി അത് കാണാൻ. പിന്നെ അടുത്തത് നമ്മുടെ പ്ലാന്റ്സ് ഐഡിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ അകത്ത് നമ്മുടെ ഈ ഡ്രെയിനേജിൻ്റെ ഇതുണ്ടല്ലോ, ഈ PVC പൈപ്പ് ഇങ്ങനെ കീറിയതിന് ശേഷം ഇതേപോലെ വെച്ചു. അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് അതിൽ ഞാൻ നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്ന ചെടി നട്ടു വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷിയായിട്ട് വരും. ഇതിപ്പം അത്ര പുഷിയായിട്ടില്ല, എങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നമുക്കൊരു പ്ലാന്റ് ഐഡിയയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു PVC പൈപ്പിൽ ഒരു വെൽഡറിൻ്റെ ആവശ്യമുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ PVC പൈപ്പ് ഇങ്ങനെ രണ്ടായിട്ട് കീറിയതിന് ശേഷം വെച്ച് കൊടുക്കുക. അത് കുറച്ച് മണ്ണ് നിറച്ചിട്ട് ചെടി ഇതുപോലെ നട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും.
പിന്നെ ഇത് നമ്മുടെ ബിഗോണിയ ചെടിയാണ്. ബിഗോണിയ ചെടിയുടെ കാണാൻ അതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ അകത്തൊരു ചെറിയ പൂവും കായയും ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൂവെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇത് കണ്ട ഇത് നമുക്കൊരു ചെറിയ മധുരവും ഒരു പുളിയൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ ഇങ്ങനെ പറിച്ച് തിന്നാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇത് എടുക്കാറുണ്ട്. കണ്ട, ഇപ്പോൾ കാണിക്കാം. ഇതാണ് സാധനം. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറിച്ച് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ബബിൾ ബാത്ത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബബിൾ ബാത്ത് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കുരുമുളക് പോലെ നമുക്ക് തോന്നും. അതുപോലെ ബബിൾസ് പോലെയും തോന്നും. ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ കുമിളകൾ പോലെയും തോന്നും. ഇലകൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പച്ച നിറമാണ് കേട്ടോ. നല്ല ക്ലോറോഫിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും ഇതിൻ്റെ ഇലകളിൽ. ഇത് കൂടുതലായിട്ട് ഞാൻ ഈ ചെടിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിച്ചതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഇടാം ചെടിയുടെ പ്രത്യേകതയെക്കുറിച്ച്. ഇത് നമ്മുടെ ബിഗോണിയ മറ്റൊരു ചെടിയാണ്. കണ്ട, അതിനും ഇതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അതിനുമുണ്ട്. അതിൻ്റെ ഇതിൻ്റെ പൂവിൻ്റെ കളറിന് ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് നിറമാണ് അതിനുള്ളത്. കാണാൻ ഒത്തിരി രസമായി ചെടി. ഈ ചെടി നമ്മുടെ ഒരു ഫേൺ ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഫേൺ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓക്സിജൻ തരുന്നതാണ്. എത്ര പൊല്യൂഷനുള്ള ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ഇതുപോലത്തെ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. അത് ഇൻഡോറിലായാലും നമുക്ക് വെക്കാൻ പറ്റും, ഇത് ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഇലകൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. എനിക്ക് ഫേൺ ചെടി ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ ഇലച്ചെടികൾ വെക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കുറേ ഇലച്ചെടികളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ എയർ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് ഈ ചെടികൾ കൊണ്ട് പറ്റും. കൂടുതലും നമ്മൾ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ ചുറ്റുമുള്ള ചൂട് കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടാനും ഈ ചെടികൾ സഹായിക്കും. അതായത് നമ്മുടെ ചെടികൾ പൊതുവേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജൻ തരുന്നു. അതുപോലെ തന്നെ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസിനെ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടി ഫ്രഷ് ഓക്സിജൻ നമുക്ക് തരുന്നു. അതാണ് ഈ ചെടികൾ ചെയ്യുന്നത്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഒരിക്കലും നമ്മളതിനെ റോങ് വേയിൽ ചെടികൾ ചിലർ ചോദിക്കും, ഈ ചെടി വെക്കുന്ന സമയത്ത് പോയി കപ്പ വെച്ചുകൂടെ, വാഴ വെച്ചുകൂടെ എന്നൊക്കെ ചിലർ ചിന്തിക്കും. അതൊന്നുമല്ല. ഈ ചെടികൾ വെക്കുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് ഉപകാരങ്ങളുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കാറും വണ്ടികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന പുക, കെമിക്കൽസ് ഒക്കെ ഇത് അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഷ് എയർ തരുന്നു. നമ്മുടെ എയറിനെ നമുക്ക് ക്വാളിറ്റി ഉള്ളതാക്കാം. അതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. മാക്സിമം എത്രമാത്രം ചെടികൾ വെക്കാമോ അതുപോലെ വെക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ എയർ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ വെക്കാറുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.